ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു ഏത്തപ്പഴം വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയായി ഈ സ്നാക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് എങ്ങനെ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം ഇതിനെടുക്കാനായിട്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഇളക്കി ഈ നെയ്യിൽ കിടന്ന് ഈ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം. നമുക്കപ്പം ഇത് വെന്ത് ഉടയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സായി വരേണ്ടത് കൊണ്ട് നമ്മൾ നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് ഉടഞ്ഞു വരുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തിയാണ് ഈ റെസിപ്പി. ഇപ്പോൾ ഏത്തപ്പഴം നെയ്യിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ചെറുതീയിൽ കിടന്ന് ആ പഞ്ചസാരയും ആ തേങ്ങയും പഴവും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ലാണ് വരുന്നത്. ഇത് കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. എന്നാലും നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഏലക്കായും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പഞ്ചസാര നന്നായിട്ട് അതിലൊന്ന് അലിയുന്നത് വരെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുട്ടയുടെ നനവിൽ ഈ പൊടി നന്നായിട്ട് മിക്സായി വരുന്നതാണ്. നമുക്കിതിനായിട്ട് എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. ആ ഏത്തപ്പഴത്തിൻ്റെ നനവിൽ ഈ പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുന്നതാണ്. നമ്മൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ മിക്സായി നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒത്തിരി തിക്കും അല്ലാത്ത ഒരു പരുവത്തിനാണ്. നമുക്കിതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ലാത്ത ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആ മാവ് കുഴിച്ചെടുത്ത് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കിസ്മിസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കിസ്മിസ് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ മാവ് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ചെയ്യേണ്ട, ഇതുപോലെ ലൂസായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷേപ്പിൽ മതി. റൗണ്ട് ഷേപ്പ് ആകുമ്പം അകമൊക്കെ നമുക്ക് മൊരിഞ്ഞ് കിട്ടാനായിട്ട് താമസം വരും. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ നമുക്കത് അതിൽ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരുന്നതാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്താൽ മതി. ഓൾറെഡി നമ്മുടെ ഏത്തപ്പഴമൊക്കെ നമ്മൾ കുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ സ്നാക്ക് ഇത് 2 സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് 2 ഏത്തപ്പഴമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വൈകുന്നേര സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നെയ്യും ഏത്തപ്പഴവും ഒക്കെ ആയതുകൊണ്ട് വളരെ ഹെൽത്തി ആയൊരു സ്നാക്ക് തന്നെയാണ് ഇത് കുട്ടികൾക്ക്.
അപ്പം നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് ഹെൽത്തിയാണ്. നമ്മൾ പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. കുട്ടികൾക്ക് ഈ സ്നാക്കൊക്കെ നമുക്ക് വീടുകളിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് അകമൊക്കെ നല്ല സോഫ്റ്റുമാണ്. ഇത് നമുക്ക് പുറത്ത് തന്നെ 2 ദിവസത്തോളം കേടാകാതെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഏത്തപ്പഴം കൊണ്ടുള്ള ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.